വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ 2 കോടി രൂപയുടെ തട്ടിപ്പെന്ന് കണ്ടെത്തൽ. സഹകരണ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇബ്രാഹിം ഹാജി മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആകാശ് തടത്തിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ആകാശെ, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന അപ്ഡേഷനാണോ? എന്തൊക്കെ വിശദാംശങ്ങൾ? പുറത്തു വരുന്നത് കടത്തനാടൻ ലേബർ സൊസൈറ്റി 2 കോടിയുടെ തിരിമറി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ സഹകരണ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹകരണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വലിയൊരു തട്ടിപ്പിന്റെ കൂടെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിലെ പ്രതികളായിട്ടുള്ള നിലവിലെ സെക്രട്ടറിയായ പ്രീന, കൂടാതെ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി ആയിരുന്ന VT സുധീർ കുമാർ, കൂടാതെ റിനീഷ് എന്നിവർക്കുൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ പോലീസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങിയ ഏകദേശം 2 കോടിയുടെ തട്ടിപ്പ് ഇവർ ഈ സൊസൈറ്റിയുടെ മറവിൽ നിന്ന് നടത്തിയിട്ടുണ്ട് എന്നാണ് ഡയറക്ടർമാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ തന്നെ തട്ടിപ്പിന്റെ വലിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 2 കോടിയിലധികം രൂപ ഇവർ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. നിരവധി നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച ഇവർ ഈ പണം മറ്റു ചില ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ഇതിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഇതിൽ അന്വേഷണം ഇനി ക്രൈംബ്രാഞ്ച് ആവും അന്വേഷണം നടത്തുക. അതിൽ തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ആളുടെയും കൂടാതെ തന്നെ ഇവരുടെ കുടുംബത്തിന്റെയും മറ്റു നിക്ഷേപകരുടെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ക്രൈംബ്രാഞ്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. സഹകരണ വിഭാഗം നടത്തിയ അന്വേഷണം പോലീസിന് റിപ്പോർട്ടായി കൈമാറുകയും പോലീസ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാവും ഇനി അന്വേഷണം നടത്തുക. ഏതായാലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വലിയ തുക നിക്ഷേപകരിൽ നിന്നും സ്വീകരിക്കുകയും അത് മറ്റു ചില ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിനു ശേഷം നിക്ഷേപകരെ തുക മടക്കി നൽകാതെ അവരെ പറഞ്ഞുവിടുകയുമാണ് ഈ ജീവനക്കാർ ഈ സൊസൈറ്റിയിലെ ജീവനക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഇത്രയും വലിയൊരു അഴിമതി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയൊരു കാര്യം നിലവിൽ പുറത്തു വന്നിരുന്നില്ല. സഹകരണ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പെന്ന വിവരം പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം, ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ച് ആവും അന്വേഷിക്കുക. ഇബ്രാഹിം ഹാജിയുടെ മരണവും കൂടാതെ തന്നെ ഈ പ്രതികളാണെന്ന് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ള ഈ 3 പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. കൂടാതെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഇവർ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടോ, മറ്റ് നിക്ഷേപകരെ കൂടെ മൊഴിയെടുത്തുകൊണ്ടായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക. ഏതായാലും ഈ വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഈ സൊസൈറ്റിയുടെ മറവിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഊർജിതമാക്കും പോലീസ്. പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാവും. നിലവിൽ പ്രതികളെല്ലാം തന്നെ ഒളിവിലാണ്. ഇവരെ ബന്ധപ്പെടാനോ ഇവരെ കണ്ടെത്താനോ നിലവിൽ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇവർക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആനന്ദ്.